ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു പ്ലാറ്റ്ഫോം 7. നമ്മളിപ്പോൾ 12978 മരുസാഗർ എക്സ്പ്രസ്, അജ്മീർ എറണാകുളം മരുസാഗർ എക്സ്പ്രസ്സിന് ജയ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്കുള്ളൊരു യാത്രയാണ്. നിങ്ങളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കാണുക. ഇത് കണ്ടു മതി. നമുക്കത് സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ രത്നഗിരിയിലോട്ട് അടുക്കുന്നു. ഓക്കെ, കഴിഞ്ഞിട്ട് 6 കിലോമീറ്ററാണ് രത്നഗിരിയിലേക്ക്. ഏറെക്കുറെ രത്നഗിരി സ്റ്റേഷൻ എത്താറായിട്ടുണ്ടാവും. രത്നഗിരിയിൽ വെച്ച് മോസ്റ്റ്ലി നമ്മുടെ സാവന്ത്വാടി റോഡ് ദിവ പാസഞ്ചറിനെ ക്രോസ് ചെയ്യും. എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. ഒരു റോറോ പോയിട്ടുണ്ട് ഫ്രണ്ടിൽ. അതിനെ നമ്മളിവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കിട്ടിയ തേപ്പ് നല്ല അടിപൊളി തേപ്പാണ്. നമ്മളിപ്പോൾ ഏകദേശം 2 മണിക്കൂർ ലേറ്റാണ്. നമ്മളപ്പോൾ അങ്ങനെ രത്നഗിരി സ്റ്റേഷനോട് കയറുക. രത്നഗിരി യാർഡ് ഇവിടെ നമ്മൾ തുടങ്ങണം. അപ്പോൾ അവിടെ കാട്ടിനകത്തൊരു റേക്ക് കിടക്കുന്നുണ്ടോ, അത് ദിവാരത്നഗിരി പാസഞ്ചറിൻ്റെ റേക്കാണത്. ഇവിടെ ഇപ്പോൾ വീണ്ടും മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്തോന്ന് അറിയില്ല കേട്ടോ. റേക്ക് സാധാരണ മഡ്ഗാവിൽ പോയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തലക്കര അജ്നി ഷെഡിന് 31107 ബാഗ് 9 കിടക്കുന്നുണ്ട്. ഇതിന് റെഡ് ബാൻഡുണ്ട്. കവച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ രത്നഗിരി സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പഴയ കോച്ച് മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ്. ഇപ്പോൾ ഇവിടെ ഒരു റെയിൽ മോണിറ്ററിംഗ് വെഹിക്കിളൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇയാളുടെ ട്വിൻ WDG4 ഹോൾഡ് ബോക്സനാണെന്ന് തോന്നുന്നത്. BC ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. ബോക്സനാണ് കിടക്കുന്നുണ്ട്. റായ്പൂർ ഷെഡിന് ഇത്രയും ദൂരത്തു നിന്നൊക്കെ ഇവിടെ വാസുകി. നമുക്ക് പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് സ്വിച്ച് ചെയ്യാം. നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടേക്കാം. നമ്മളങ്ങനെ രത്നഗിരി സ്റ്റേഷനിലോട്ട് കയറി. വടപ്പാവ് കയറി ഇവിടുന്ന്. ഇവിടെ ആയിട്ടാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. കഴിഞ്ഞ നമ്മുടെ എല്ലാ വീഡിയോയും നമ്മൾ സ്റ്റേഷൻ ബിൽഡിംഗ് കാണിക്കാൻ വിട്ടുപോയായിരുന്നു. സ്റ്റേഷൻ ബിൽഡിംഗ് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ക്രൂ ചേഞ്ച് ഉണ്ട്. സ്റ്റേഷൻ ബിൽഡിംഗ് ഇതാണ് ഇവിടുത്തെ രത്നഗിരിയിലെ സ്റ്റേഷൻ ബിൽഡിംഗ്. പൊക്കത്തിലാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. പ്ലാറ്റ്ഫോം താന്നിട്ടാണ്. നമ്മുടെ തൊട്ട് പുറകിൽ ഇവനുണ്ട്, നമ്മുടെ എന്തോ എൻ്റെ പേര്, മംഗള എക്സ്പ്രസ് കറക്റ്റ് നമ്മുടെ പുറകിലുണ്ട്. ഇപ്പോൾ മംഗള എക്സ്പ്രസ് ഉണ്ട്, കേരള സമ്പർക്രാന്തി ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ പുറകെ ഉണ്ട് ഇപ്പോൾ. കാര്യം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇവന്മാരൊക്കെ ഇങ്ങ് പുറകിലിങ്ങ് എത്തി. ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചാൽ കൊള്ളാം. നമ്മളങ്ങ് ഫ്രണ്ടിൽ പോകും. അവിടെയും ഫ്രൂട്ട്സുകാരുണ്ടായാൽ മതി. ഇവിടെ ലഞ്ച് കിട്ടും കേട്ടോ. ഇവിടെ ലഞ്ച് ബിരിയാണിയൊക്കെ കിട്ടും. നല്ല ബിരിയാണിയാണ് ഇവിടുത്തെ. ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ ബിരിയാണി. ഇന്നിപ്പോൾ പക്ഷേ ട്രെയിനിൽ തന്നെ ഓർഡർ ചെയ്തു. ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ വർക്ക് നടക്കാറുണ്ട്. ഇത്തിരി സ്ഥലമേ പ്ലാറ്റ്ഫോമിൽ ബാക്കിയുള്ളൂ. എന്നിട്ട് അവർ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാകുമ്പോൾ ക്ലോസ് ചെയ്തിടണം. കാര്യം ഇത് ഭയങ്കര അൺസേഫാണ് ഈ ഇത്തിരി സ്ഥലത്ത് വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് അത്യാവശ്യം പൂർത്തിയായിട്ടുണ്ട്. ഞാൻ പഴം മേടിച്ചിട്ട് വരട്ടെ. അതിന് വേണ്ടി ചാടി ഇറങ്ങിയതാണ്. പക്ഷെ ഫ്രണ്ടിലുണ്ടെന്ന് തോന്നുന്നു പഴക്കാരൻ. ഇവിടെ ഫ്ലോറിംഗ് വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. റൂഫിംഗ് ആയിട്ടില്ല. ഫ്രണ്ടിലൊരു പഴക്കാരനുണ്ട്. പഴം മേടിച്ചിട്ട് വരാം. നമ്മളങ്ങനെ 12:40 രത്നഗിരിയിൽ നിന്ന് എടുത്തു. കൃത്യമായിട്ട് പറഞ്ഞാൽ 2 മണിക്കൂറും 30 മിനിറ്റും ലേറ്റാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോറോ. ഇത് നമ്മളിവിടെ ഓവർടേക്ക് ചെയ്യണം. നല്ല കളർഫുൾ ഇവിടുത്തെയാണ്, ഗുജറാത്താണെന്ന് വണ്ടിയത്.
ഗുജറാത്ത് തന്നെ. കളർഫുൾ വണ്ടി. 27212 വാഗ് 9 DDU ഷെഡിനെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോയി. അപ്പോൾ ഇപ്പോഴൊന്നും പോയില്ല അതിന്. അങ്ങ് അറ്റത്തൊരു G9 വാട്ട്വേഡ് കിടക്കുന്നുണ്ട്. MTs ആണ്. CWCക്കാരുടെ കണ്ടന ബൈക്കാണ്. അപ്പം നമ്മളങ്ങനെ രത്നഗിരിയിൽ നിന്ന് പുറത്തിറങ്ങി. എനിക്ക് തോന്നുന്നത് നമ്മളെ മിക്കവാറും രാജധാനിക്ക് വേണ്ടി ഇനി പിടിച്ചിടാൻ സാധ്യതയില്ല. നിവാസറിൽ നിന്നിട്ട് രാജധാനി വന്നുകൊണ്ടിരിക്കുകയാണ്. വയഡക്റ്റ് ടണൽ കൺട്രിയിലേക്ക് കയറി. രത്നഗിരി എന്നുള്ള ആദ്യത്തെ വയഡക്റ്റാണിത്. നിവാസിൽ വെച്ച് നമ്മൾ രാജധാനി ക്രോസ് ചെയ്യില്ല കേട്ടോ. കാര്യം രാജധാനി ഇതിനും അപ്പുറത്താണ്. രാജധാനി ഇപ്പോൾ വൈഭവവാടി റോഡ് എത്തിയിട്ടുള്ളൂ. ഏകദേശം 50 കിലോമീറ്റർ അപ്പുറത്താണ് രാജധാനി. ഇപ്പോൾ സമയമുണ്ട്. നമ്മൾ നിവാസർ എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിവാസർ അടുത്ത വയഡക്റ്റ്. നിവാസിലെ നിർത്താനുള്ള ഉദ്ദേശമാണോ എന്നറിയില്ല കേട്ടോ. നിവാസർ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ. കഴിഞ്ഞ വീഡിയോ കാണിക്കുന്നത് സ്റ്റേഷൻ ബിൽഡിംഗ് ഇവിടെ മുകളിലാണ്. മുകളിലായിട്ട് സ്റ്റേഷൻ ബിൽഡിംഗ്. വരാവലി സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ലൂപ്പ് ലൈനിൽ ക്രോസിംഗ് ആണ്. മെയിൻ ലൈനിലെ സിഗ്നൽ പച്ചയാണ്. ഇത് രാജധാനി എക്സ്പ്രസിന് വേണ്ടിയാണ്. നമ്മുടെ തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്.
കൊങ്കൺ റെയിൽവേയിൽ ഇവിടെ ഇപ്പോഴും പഴയ ടൈപ്പ് സ്ലീപ്പറാട്ടോ. സ്ലീപ്പർ അപ്ഗ്രഡേഷൻ നടന്നിട്ടില്ല. ഇവിടെ ഇനിയും സ്പീഡ് അപ്ഗ്രഡേഷൻ വർക്കൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്ത്യൻ റെയിൽവേ ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേ. കാരണം കൊങ്കൺ റെയിൽവേയുടെ കാശില്ല എന്നാണ് KR പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇപ്പോൾ ഇതൊരു വിവാദമായിട്ടുണ്ട്. കാര്യം എല്ലാ സംസ്ഥാനങ്ങളോടും, അതായത് ഈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പിന്നെ അതുപോലെ മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള ഈ 4 സർക്കാരുകളുടെയും ഷെയറുള്ളൊരു കോർപ്പറേഷനാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. അതിൽ സിംഹഭാഗവും ഇന്ത്യൻ റെയിൽവേയുടെയാണ്. ഇന്ത്യൻ റെയിൽവേ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെയാണ്. ബാക്കിയുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് മിനിസ്ട്രി ഓഫ് റെയിൽവേ ഇത് ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു 100%. പക്ഷേ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റുകളൊക്കെ അവരുടെ ഷെയർ വിട്ടുകൊടുക്കണം. അപ്പോൾ അവരുടെ ഷെയർ ഇന്ത്യൻ റെയിൽവേക്ക് എഴുതി കൊടുത്താൽ മാത്രമേ ഇന്ത്യൻ റെയിൽവേ മൊത്തമായിട്ട് ഏറ്റെടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഒരുപാട് ഗുണങ്ങളുണ്ടോ. ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് അപ്ഗ്രഡേഷൻ നടക്കുന്നതാണ്. സ്റ്റേഷൻസിൻ്റെ ആയാലും ട്രാക്കിൻ്റെ ആയാലും ഒക്കെ അപ്ഗ്രഡേഷൻ ഇന്ത്യൻ റെയിൽവേ നടത്തും. ഇപ്പോൾ റെസ്റ്റ് ഓഫ് ദി സോണുകളൊക്കെ നടക്കുന്ന പോലത്തെ അപ്ഗ്രഡേഷൻ ഇവിടെ വരും. പിന്നെ ഇന്ത്യൻ റെയിൽവേ ഡബിൾ ചെയ്യാനുള്ള ശ്രമം നടത്തും. കാര്യം ഇപ്പോൾ റീസെൻ്റ്ലി 2 ടെൻഡർ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വേർണ മുതൽ വൈഭവവാടി റോഡ് വരെയും, പിന്നൊന്ന് തൊക്കൂട്ട് മുതൽ ബൈന്ദൂർ വരെയും ഡബിളിങ്ങിൻ്റെ ടെൻഡർ വന്നായിരുന്നു. ഇത് കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു ക്രോസിങ് കഴിഞ്ഞ് കൂടെ ഇറങ്ങിയേ ഉള്ളൂ. അടുത്ത സ്റ്റേഷനിൽ വിലാവടയിൽ കൊണ്ടുവന്ന് വീണ്ടും നിർത്തി. വീണ്ടും ക്രോസിങ് ആണെന്ന് തോന്നുന്നു. ഇതാണ് വിലാവട സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ സൈഡിലാണ്. ഇതാണ് പ്ലാറ്റ്ഫോമോ. സ്റ്റേഷൻ ബിൽഡിംഗ് അപ്പുറത്തെ എവിടെ ആയിരുന്നു തോന്നുന്നു. അപ്പം മെയിൻ ലൈനിൽ പച്ചേ നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് സിഗ്നൽ മാറിയത്. ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടിയും വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫുഡ് കിങ് മാണ്ഡവി എക്സ്പ്രസ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു അവന് മറ്റേ ഹോം സിഗ്നൽ ചിലപ്പോൾ ആംബറോലായിരിക്കും കിട്ടിയത്. പിന്നെ കൊങ്കൺ റെയിൽവേയിലെ ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആയ സമയത്തുണ്ട്. ആദ്യകാലത്തൊക്കെ ഈ അതായത് മാണ്ഡവി കൊങ്കൺ കന്യയൊക്കെ ഇലക്ട്രിക് ലോക്കോ ലിങ്ക് കിട്ടി തുടങ്ങിയപ്പോൾ അവരാദ്യം G5 വാഗ് 5 കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് സെൻട്രൽ റെയിൽവേ അടുത്ത് ലോക്കോ ഷോർട്ടേജ് ഉണ്ടായിരുന്നുകൊണ്ട് അവർ വാഗ് 5 കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ വാഗ് 4ഉം വാഗ് 7ഒക്കെ മാറി മാറി വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഒരു വാഗ് 4 ആണ്. വളരെ പതുക്കെ വണ്ടി വരുന്നത്. എന്താണ് സീൻ? ഭൂസാവൽ ഷെഡിൻ്റെ 22966 ആണ് ലോക്കോ. കൊങ്കൺ റെയിൽവേയിൽ പൊതുവെ വീക്കിലി ട്രെയിനുകളുടെ ഹാൻഡ്ലിങ് ഭയങ്കര ശോകമാണ്. വീക്കിലി ട്രെയിനുകൾ അവരെ ഒരു വഴിയാക്കും. ഇന്നിപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഡെയിലി ട്രെയിനിലൊക്കെ കുഴപ്പമില്ല. ഡെയിലി ട്രെയിനിൽ പിന്നെയും അത്യാവശ്യം വൃത്തിക്കാർ മാനേജ് ചെയ്യും. വീക്കിലി ട്രെയിനുകൾ പ്രത്യേകിച്ച് ഈ ട്രെയിനുണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന മരുസാഗർ എന്ന് പറഞ്ഞ വണ്ടിയിൽ ഈ സ്ലോട്ടിൽ പിന്നെ എൻ്റെ അറിവിൽ സമ്പർക്രാന്തിയോ മറ്റോ ആണുള്ളത്. ഗോവ സമ്പർക്രാന്തിയോ മറ്റോ ആണ് പിന്നെ ഈ സ്ലോട്ട് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് വേറെ വണ്ടികളൊന്നും ഈ സ്ലോട്ടിലില്ല. നമ്മൾ മടുകാൻ എത്തുമ്പോഴേക്കും നമ്മൾ രാവിലെ ഓവർടേക്ക് ചെയ്ത് പോയാൽ 3 വണ്ടി തിരിച്ചിറങ്ങും. അവരെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കിടക്കുമായിരിക്കും. ഇനി ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാണ്ഡവി പതുക്കെ വന്നത്. അപ്പോൾ പാൻട്രി കാറിൽ നിന്നുള്ള നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ഇന്നും മീൽസ് തന്നെയാണ് ഓർഡർ ചെയ്തത്. മീൽസിനകത്ത് ഉള്ളത് ഇന്ന് ഒരു കടലക്കറിയാണ്, ഉരുളക്കിഴങ്ങ് കറിക്ക് പകരം. പിന്നെ ക്യാബേജിൻ്റെ തോരനുണ്ട്, ദാളുണ്ട്, കേസരി ഉണ്ട്, പിന്നെ ഓഫ് കോഴ്സ് ചപ്പാത്തി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിലുള്ളത്.
ചപ്പാത്തി ഉണ്ട്, 3 ചപ്പാത്തിയാണുള്ളത്. അപ്പം നമ്മളങ്ങനെ കൺകവലിയിലേക്ക് എത്തിയിരിക്കുകയാണ്, കൺകവലി സ്റ്റേഷനിലേക്ക്. ഇവിടെ ഇപ്പോൾ നമ്മുടെ എറണാകുളം ഓഖ എക്സ്പ്രസ് വരാനുണ്ട്. നമുക്കിവിടെ സ്റ്റോപ്പില്ല, നമുക്ക് അടുത്ത സ്റ്റേഷനായ സിന്ധുദുർഗിൽ സ്റ്റോപ്പുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രയിൽ പൊതുവെ സ്റ്റേഷനുകളൊക്കെ ഇവിടുത്തെ മഹാരാഷ്ട്ര PWD നല്ല ഭംഗിയായിട്ട് റീഡൂ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ PWD ആണിത് ചെയ്യുന്നത്, അല്ലാണ്ട് റെയിൽവേസ് അല്ല. നമ്മൾ മെയിൻ ലൈനിൽ തന്നെ നിർത്തിയത്. ഇവിടും പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. പതിവ് പോലെ പൊക്കം കുറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഓഖ ഇതുവരെ വന്നിട്ടില്ല, ഓപ്പോസിറ്റിലൊന്നും കാണാനില്ല. അപ്പം നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റോളം പോസ്റ്റ് നിന്നിട്ട് 16338 എറണാകുളം ഓഖ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ഇന്നും LHB റേക്കിൽ 12 സ്ലീപ്പർ ക്ലാസ് കോച്ച് വെച്ച് ഓടുന്ന വളരെ ചുരുക്കം ട്രെയിനുകളൊന്നും ഇതായിരിക്കും. 12 സ്ലീപ്പർ ക്ലാസ് കോച്ചും 2 AC 3 tier-ഉം 1 AC 2 tier-ഉമാണ് ഇതിനുള്ളത്. ടിക്കറ്റ്, AC ക്ലാസ്സിന് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ ഒരു കാര്യമാണ്. റോയപുരത്തിൻ്റെ ഒരു വാപ്പ് 7 ഇൻഡിപെൻഡൻസ് ഡേ ആണോ റിപ്പബ്ലിക് ഡേ ലിവറി ആണോ എന്നറിയില്ല, ഏതൊരു സ്പെഷ്യൽ ലിവറി ലോക്കമാണ്. 30368 വാപ്പ് 7. റിപ്പബ്ലിക് ഡേ 26 ജനുവരി റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ലിവറിയാണ്. ഇതാണ് എറണാകുളം ഓഖ എക്സ്പ്രസ്. ഓഖ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് നിലവിൽ. വെസ്റ്റേൺ മോസ്റ്റ് ഫങ്ഷണൽ റെയിൽവേ സ്റ്റേഷൻ. വെസ്റ്റേൺ മോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നലിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്, പക്ഷെ അത് വർക്കിംഗ് അല്ല, ഫങ്ഷണലല്ല. ഫങ്ഷണൽ വെസ്റ്റേൺ മോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓഖയാണ്. പിന്നെ 2:48 നമ്മൾ ആ കൺകവലിയിൽ നിന്ന് എടുക്കുന്നു. നമ്മളേക്കൊന്ന് 2:25 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയതാണ്. അത്രയും നേരം ഇവിടെ കിടന്നു. ഇന്ന് KRL കൺട്രോളിങ് വളരെ മോശമാണ്. ഒരു കഷ്ടി 15-20 മിനിറ്റ് ലേറ്റായിട്ട് KRLോട് കയറിയ ട്രെയിനാണ്. ഇപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂർ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എറണാകുളം ഓഖ എക്സ്പ്രസ്സും സൈമൾട്ടേനിയസ്ലി തുടങ്ങി. 22 കോച്ച് പ്ലസ് ഒരു HCPV, 23 കോച്ച് റേക്കാണിത്. സ്റ്റേഷൻ വിട്ടാണ് ഒരു പുഴയുണ്ട്, കല്ലുകളാൽ നിറഞ്ഞൊരു പുഴയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് മിസ് ചെയ്തു, അത് കാണിച്ചേക്കാം. ഇത് കണ്ടോ, വെള്ളം ഒഴുകുന്നൊന്നുമില്ല, വെള്ളം സ്റ്റേബിളാണ്, ഒട്ടും ഒഴുക്കില്ല, വെള്ളം കെട്ടിക്കിടക്കാണ്. ഗഡ് റിവർ ആയിരുന്നു അത്. നമ്മുടെ അടുത്ത സ്കെഡ്യൂൾഡ് ഹോൾട്ടായ സിന്ധുദുർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ കുറേ നേരം ഡോറിലായതുകൊണ്ട് ഈ ഒരു ഹോൾട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ കാണാം. ഇതാണ് സിന്ധുദുർഗ് സ്റ്റേഷൻ. റൈറ്റ് സൈഡിലാണ് നമ്മൾ നിർത്തുന്ന പ്ലാറ്റ്ഫോം. വണ്ടി നല്ലോണം ലേറ്റാണ് ഇപ്പോൾ. കുത്താരി എക്സ്പ്രസ്സിൻ്റെ റേക്കാണത്. സാവന്തവാടി റോഡ് ചോദിക്കുക. മധുരൈ സ്റ്റേഷനോട് എത്താണ്. മധുരയിൽ സംഭവം തന്നെ ഒരു റെഡ് കിട്ടിയിട്ടുണ്ട്. മഡൂരൈ.
ഇത് നമ്മളന്ന് കണ്ട നമ്മൾ രാജസ്ഥാനിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ജനശതാബ്ദിയെ വന്ദേ ഭാരതിന് ഇതുപോലെ എന്തോ കൊടുക്കാൻ വേണ്ടി നിർത്തുന്ന കണ്ടില്ല, അതേപോലത്തെ സീനാണിത്. അവിടെ പോയിന്റ്സ്മാൻ നിൽക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ വണ്ടി എന്തോ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. പേപ്പർ കൊടുത്തതും പച്ചയായി. ഇപ്പോൾ നമ്മളങ്ങനെ പേഡ്നയിലേക്ക് എത്തുകയാണ്. പേഡ്നെ, ഇംഗ്ലീഷിൽ പെർനം എന്നെഴുതും. നമ്മൾ വീണ്ടും ലൂപ്പ് ചെയ്തിരിക്കുകയാണ്, ലൂപ്പിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ മധുരയ്ക്കും പേഡ്നയ്ക്കും ഇടയ്ക്ക് വെച്ച് നമ്മൾ രത്നഗിരി ഡിവിഷനിൽ നിന്നും കാർവാർ ഡിവിഷനിലേക്ക് കയറി. എൻ്റെ ഒരു ചെറിയ ബോർഡ് ഉണ്ടായിരുന്നു, ആ ബോർഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഒരു ചെറിയ ബോർഡ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാർവാർ ഡിവിഷൻ്റെ കീഴിലാണ്. കൊങ്കൺ റെയിൽവേനെ ഡിവിഷൻ എന്നല്ല, റീജിയൻ എന്നാണ് വിളിക്കുന്നത്. നമ്മളിപ്പോൾ കാർവാർ റീജിയൻ്റെ കൺട്രോളാണ് വണ്ടി. നമ്മളെ വീണ്ടും ലൂപ്പ് ചെയ്യുകയാണ്. ഇത് മിക്കവാറും വന്ദേ ഭാരതിനെ കടത്തിവിടാനാണ്. നമ്മുടെ മഡ്ഗാവ് മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ്. രാവിലെ നമ്മൾ ഓവർടേക്ക് ചെയ്തിരുന്ന അതേ വണ്ടി. ഞാനിവിടെ ഉപയോഗിക്കേണ്ട വാക്ക്, സത്യം പറഞ്ഞാൽ ഈ കൺട്രോളിങ്ങിന് ഞാൻ ഉപയോഗിക്കേണ്ട വാക്ക് ഒട്ടും സഭ്യമായ ഒരു വാക്കല്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ചെറിയ കുട്ടികളും അതുപോലെ ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ശരിക്കും അതാണ് ഇന്നത്തെ കൺട്രോളിങ്ങിൻ്റെ വിശേഷിപ്പിക്കാവുന്ന ഏക വാക്ക്. കാര്യം വെറും 15-20 മിനിറ്റ് ലേറ്റായിട്ട് കൊങ്കൺ റെയിൽവേ കയറിയ വണ്ടിയാണ്. തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് എന്താ പറയുക ഇങ്ങനത്തെ കൺട്രോളിങ്ങിന്. അപ്പോൾ നമ്മളങ്ങനെ തിവിം സ്റ്റേഷനിലൂടെ എത്തുകയാണ്. നല്ലോണം ലേറ്റാണ്. ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം വരെ. ഇവിടെ കുറേ അലമ്പ് ടീംസ് ഇറങ്ങാനുണ്ട്. അലമ്പ് ടീംസിലെ വാക്ക് ഞാൻ മനഃപൂർവ്വം തന്നെ വയ്ക്കുന്നത്, അത്ര അലമ്പായിരുന്നു. അപ്പം നമ്മളങ്ങനെ തിവിം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് കയറുകയാണ്. ഓപ്പോസിറ്റ് ലൈനിലെ തിരക്ക് കണ്ടോ. അവിടെ 2 ട്രെയിനുകൾ വരാനുണ്ട്. ഒന്ന് 1100 ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് പോകുന്ന മഡ്ഗാവ് ലോക്മാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ്. പിന്നെ ഒരെണ്ണം ജനശതാബ്ദി എക്സ്പ്രസ്. ഇതിൽ ഏതാണ് ആദ്യം വരാൻ പോകുന്നതെന്ന് അറിയില്ല. ഇത് രണ്ടും കർമാളി കിടപ്പുണ്ട്. ഏതാണ് ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ല. മിക്കവാറും ഇത് രണ്ടും പോകുന്നവരെ നമ്മളിവിടെ കിടക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്നിപ്പം നമുക്ക് തേപ്പ് തരിക എന്നുള്ള സ്റ്റൈൽ ആണല്ലോ കൺട്രോളിങ്. നമ്മളങ്ങനെ തിവിം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തിവിം എന്ന് പറയുന്നത് നോർത്ത് ഗോവയുടെ മെയിൻ സ്റ്റേഷനാണ്. അതായത് ഇവിടെ നിന്നാണ് നമുക്ക് നോർത്ത് ഗോവയിലത്തെ ഡെസ്റ്റിനേഷൻസിലോട്ടൊക്കെ പോകാൻ എളുപ്പം. നോർത്ത് ഗോവയാണ് സാധാരണ ഇതിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഏരിയ. നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫാമിലി ആയിട്ട് വന്ന് നല്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നോർത്ത് ഗോവയിലേക്ക് വരരുത് ദയവായിട്ട്. സൗത്ത് ഗോവയിലേക്ക് പോകുക. സൗത്ത് ഗോവ വളരെ പീസ്ഫുള്ളാണ്. സൗത്ത് ഗോവയിൽ നമുക്ക് അക്കോമഡേഷൻ്റെ കോസ്റ്റും കുറവാണ്. കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട്, പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ മറ്റേ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് നമ്മൾ ബീച്ച് തൃശ്ശൂർ പൂരത്തിൽ കൊണ്ടുവച്ചാൽ എന്നുള്ള അവസ്ഥ എന്നുള്ള അങ്ങനത്തെ ഒരു തിരക്കാണ് നോർത്ത് ഗോവയിലെ ബീച്ചുകളിൽ. അപ്പോൾ നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലമായ തിവിമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ എത്ര നേരം കഴിയുമ്പോൾ പോകുമെന്ന് നമുക്ക് അറിയില്ല. സമയം ഇപ്പോൾ 4:06. എത്ര മണിക്ക് എടുക്കുമെന്നുള്ള നമുക്ക് നോക്കാം. ഇതാണ് തിവിമിൽ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ജനശതാബ്ദിയും 1100 രണ്ടും കർമാളി തന്നെ നിൽക്കുക എന്നാണ് കാണിക്കുന്നത്. ഇനി അവന്മാർ അവിടെ നിർത്തിയിട്ട് നമ്മളങ്ങോട്ട് കയറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതാണ് റെസ്റ്റ് ഓഫ് ദ പ്ലാറ്റ്ഫോം. ഒരുപാട് ക്രൗഡ് ഇവിടെ ഇറങ്ങിയിട്ട് വണ്ടിയിലുണ്ടായിരുന്ന നല്ലൊരു ശതമാനം ക്രൗഡും ഇവിടെ ഇറങ്ങി. ഇനി അങ്ങോട്ട് വേണ്ടിയത് മലയാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
കല്യാൺ ഷെഡിന് 39050 ആണ് ലോക്കോ. രാവിലെ നമ്മൾ ഒരു പ്രാവശ്യം ഓവർടേക്ക് ചെയ്ത് പോയതാണ്. ക്രോസ് ചെയ്തു. നിലവിൽ എന്താ വിസ്താടവും എല്ലാം കാലിയാണ്. എനിക്കൊന്ന് ഇവിടുന്ന് കുറേ യാത്രക്കാർ കയറും. മഡ്ഗാവിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിനുകൾക്ക്, ബോംബെയിലോട്ട് പോകുന്ന മെജോറിറ്റി ട്രെയിനുകൾക്ക് മഡ്ഗാവിൽ നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും തിരക്ക് മോസ്റ്റ്ലി കയറുന്നത് ഇവിടെ നിന്നാണ്, തിവിമിയിൽ നിന്നാണ്. തിവിമിന്നും കർമാളി സ്റ്റോപ്പിലുണ്ടെങ്കിൽ കർമാളിയിൽ നിന്ന് തിരക്ക് കയറും. കർമാളി തിവിമി 2 സ്റ്റേഷൻസിൽ നിന്നാണ് മോസ്റ്റ്ലി തിരക്ക് കയറുന്നത്. അത് പണാജി പൺജി ഭാഗത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാർ കർമാളിയിൽ നിന്നും കയറും. നോർത്ത് ഗോവയിലുള്ള ആൾക്കാർ തിവിമിയിൽ നിന്നും കയറും. അപ്പോൾ കിടന്ന് സമയം 4:45 നമ്മൾ 4:06 ഇവിടെ വന്നതായിരുന്നു. ഞാൻ കയറി വന്നപ്പോൾ സമയം പറഞ്ഞായിരുന്നു നമ്മളിവിടെ കിടക്കുന്നു. അങ്ങനെ കിടന്ന് 4:45 ആയപ്പോൾ അടുത്ത വണ്ടി കയറി വന്നു. 1110 മഡഗാവ് ജംഗ്ഷൻ ലോക്മാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ്. ഈ വണ്ടീന് 3-3.5 മണിക്കൂർ ലേറ്റാണ് ഇന്ന്. 42507 ബാഗ് 9 ആണ് അപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 4:50 നമ്മൾ തിവിമിന്ന് പുറപ്പെട്ടു. ബുദ്ധിശൂന്യനായ കൺട്രോളറുടെ ഒരു കൺട്രോളിങ് വൈഭവം കാരണം നമ്മൾ 44 മിനിറ്റാണ് ഇവിടെ കിടന്നത്. ഓൾറെഡി ഹെവിലി ഡിലേയുടെ വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഡിലേ ഉണ്ടാവാനുള്ള കാരണം ഈ കൺട്രോളർ തന്നെയാണ്. അതായത് രാവിലെ ഒരു ആവശ്യമില്ലാണ്ടാണ് 2 ഓവർടേക്ക് ഇട്ടത്. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. 2 വണ്ടികൾക്ക് മുന്നേ എത്തേണ്ട വണ്ടിയായിരുന്നത്. എന്നിട്ട് എന്നെ പിടിച്ചിട്ട് അവന്മാരെ കയറ്റി വിട്ടിട്ടുണ്ട്. ഫൈൻ, അവർ പോയി തിരിച്ച് വരേണ്ട വണ്ടികളാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം ഈ വണ്ടികൾക്ക് ഇൻഫാക്ട് ജനശതാബ്ദിക്കാരും സ്റ്റോപ്പ് ഓർവാണ് ഇതിന് മരുസാധാരണ. ഇവൻ നിർത്താനും ഓടിങ്ങ് പോയേനെ. അത് ചെയ്തില്ല. 2 ഓവർടേക്ക് വന്നു. 2 ഓവർടേക്ക് കഴിഞ്ഞ് വണ്ടി ഫുള്ളി ഡിലേഡായി. പിന്നെ ഉള്ള എല്ലാ സ്ഥലത്തും ക്രോസിങ്ങിന് പിടിച്ചിട്ടു. മാണ്ഡവി നദിക്ക് കുറുകെയുള്ള പാലമാണ് മാണ്ഡവി നദി. ഹെവി ബ്രേക്ക് ആപ്ലിക്കേഷൻ. അടുത്ത പണി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഏതൊരു ടണലിലേക്ക് കയറാൻ പോവാണ്. ഇതാണോ ഓൾഡ് ഗോവ ടണൽ എന്ന് എനിക്കൊരു സംശയം. ഇതിൻ്റെ ഒരു എടുത്തേക്കാം. തന്നെ നല്ല പ്രശ്നങ്ങൾ, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ട്രാക്ക് വർക്ക് എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഓൾഡ് ഗോവ ടണൽ. ഞാൻ പല വീഡിയോസിലും വരണ കഴിഞ്ഞുള്ള ടണലിനെ ഓൾഡ് ഗോവ ടണൽ എന്ന് വിളിച്ചിട്ടുണ്ട്. അതെൻ്റെ മിസ്റ്റേക്കാണ്. ഇതായിരുന്നു ഓൾഡ് ഗോവ ടണൽ. ഈ ടണൽ നിർമ്മിക്കുന്ന കാലത്തും അത് കഴിഞ്ഞ് ഇലക്ട്രിഫിക്കേഷൻ്റെ സമയത്തൊക്കെ തന്നെ റെയിൽവേസിന് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ റോക്ക് സ്റ്റേബിളല്ല. അതിൽ കൂടെ ഇപ്പോഴും സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് 30 kmph. എനിക്ക് തോന്നുന്നത് ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ടെന്നും. അപ്പോൾ നമ്മൾ കർമാളി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കർമാളിയിൽ നമ്മളെ കാത്ത് തേജസ് എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. രാവിലെ നമ്മൾ അടിച്ച് പറത്തി ഓവർടേക്ക് ചെയ്ത് പോയവനാണ്. ഇതൊക്കെ അൺനെസസറി ഓവർടേക്ക് ആയിരുന്നു. കാര്യം തേജസ് 3 മണിക്കാണ് മടങ്ങാൻ എത്തേണ്ടത്. നമ്മൾ 2:20 നമ്മളെക്കാട്ട് 40 മിനിറ്റ് പുറകിൽ എത്തേണ്ട ട്രെയിനിനെയാണ് അവർ ഓവർടേക്ക് വെച്ച് വിട്ടത്. മെയിൻ ലൈനിൽ എന്തോ ഒരു റേസ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തേജസ് എക്സ്പ്രസ്സിനെ കാണാൻ പറ്റില്ല. ലോക്കോ നമ്മൾ രാവിലെ കണ്ടതാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു NMG റേസ് കിടക്കുന്നു ഇവിടെ.
അപ്പുറത്തായിട്ട് കർമാലി മുംബൈ ഒരു സ്പെഷ്യലും കിടക്കുന്നുണ്ട്. ഇതിനൊരു വാഗ്നൈനാണല്ലോ, ഇപ്പോൾ 40,004. അപ്പം നമ്മളങ്ങനെ മജോർദ കഴിഞ്ഞു. ഇന്ന് സുരാവലി ആവാറായെന്ന് തോന്നുന്നു. അതായത് നമ്മൾ തിരും കഴിഞ്ഞാൽ എവിടെ നിർത്തിയിട്ടില്ല. തിരും കഴിഞ്ഞ് ത്രൂവിങ് വന്നു, എവിടെ നിർത്താണ്ട് വെർണയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ കാര്യം ക്രോസ് ചെയ്യാൻ വണ്ടികളൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്രോസ് ചെയ്യാനുള്ളത് നമ്മുടെ തിരുവനന്തപുരം ഹസരത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റാണ്. അവനിപ്പോൾ നമ്മൾ മഡ്ഗാവിൽ വെച്ച് ക്രോസ് ചെയ്യും. ഇതാണ് സുരാവലി സ്റ്റേഷൻ. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഹോൾട്ട് സ്റ്റേഷനാണ്. ഇവിടെ ദിവസത്തിൽ എനിക്കൊന്നും ഒരു 5-6 പേർ വണ്ടി നിർത്തും തോന്നുന്നു. കൊങ്കൺ റെയിൽവേയുടെ ഒരു പേരെ നിർത്തുള്ളൂ, മഡ്ഗാവ് സാവന്തവാടി പാസഞ്ചർ. അതല്ലാണ്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കുറച്ച് കുളേം വാസ്കോ ഷട്ടൽസ് ഉണ്ട്. ഇന്ന് നമ്മുടെ യാത്ര മൊത്തത്തിൽ അടിപൊളിയാണ്. നമ്മുടെ HA1 കോച്ചിലെ ചാർജിങ് പോയിൻറ്റ്സ് ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഫോണിലാണ് ചാർജും കുറവാണ്. ഇപ്പോൾ അവരുടെ മറ്റേ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ അജ്മീർ കൺട്രോളിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവരിപ്പോൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. തൊട്ടിപ്പുറത്ത് A2 കോച്ചിൽ വെള്ളമില്ല. A2 കോച്ചിൽ വെള്ളമില്ലാണ്ട് ഇപ്പുറത്തെ ടോയ്ലറ്റും സിങ്കൊക്കെ ആൾക്കാർ വൃത്തിയിടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും കൂടി നമ്മുടെ HA1 കോച്ചിലോട്ടാണ് കയറി വരുന്നത്. അവിടുത്തെ ടോയ്ലറ്റ്സ് അതും വൃത്തികേടാണ്. പിന്നെ കൺട്രോളിങ്ങിൽ പിടിച്ചിട്ട് 3.5 മണിക്കൂർ നമ്മളെ ലേറ്റാക്കി. 3:30 എന്നുള്ളത് ഇപ്പോൾ ശകലം കുറയും. സമയം 5:27 നമ്മുടെ ഇവിടെ മഡ്ഗാവ് അറൈവൽ ടൈം 2:20 അങ്ങനെ ഇനി ഒരു 2-3 മിനിറ്റിൽ നമ്മളെത്തും. എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂർ 10 മിനിറ്റ് അല്ലെങ്കിൽ 3 മണിക്കൂർ 11 മിനിറ്റ് നമുക്ക് ഡിലേ ഉണ്ടാവും. അത്ര ഉണ്ടാവുള്ളൂ ഡിലേ. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് കയറുകയാണ്. നമ്മൾ മെയിൻ ലൈനിൽ നിന്ന് ലെഫ്റ്റോട്ട് ലൂപ്പിലോട്ട് കയറി 4, 5, 6 വരെ കൊണ്ട് കയറ്റാൻ പോകുന്ന പ്ലാനാണോ എന്നറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റ്ഫോം 4 മറ്റേ നമ്മൾ കയറിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പച്ച വെള്ളം കിട്ടാത്ത പ്ലാറ്റ്ഫോംസാണ്. അതിലാണ് നമ്മളെ കൊണ്ടു കയറ്റിയിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മളെ തേച്ചൊട്ടിക്കാനെന്ന് തീരുമാനിച്ചു വരും. എന്തോ പറയാൻ ഇങ്ങനത്തെ കൺട്രോളിങ്ങും ഇങ്ങനെയൊക്കെ പരിപാടി കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ. അതായത് പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ 22653 കിടക്കുന്നുണ്ട്. തിരുവനന്തപുരം ഹസരത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 4-ൽ അറൈവ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 ഒന്നും കാരണം എൻ്റെ അറിവിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടകളൊന്നുമില്ല. എനിക്കാണ് വെള്ളമൊക്കെ മേടിക്കാനായിരുന്നു. ആ വെള്ളം ഇനിയിപ്പോൾ നമുക്ക് പാൻട്രിയിൽ നിന്ന് മേടിക്കാം. എന്നാലും അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ റോയപ്പുറത്തിന് 39228 കിടക്കുന്നുണ്ട്. 22653 തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണത്. ഇത് തിരുവനന്തപുരം സെൻട്രലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തിരുവനന്തപുരം നോർത്ത് അല്ല, തിരുവനന്തപുരം സെൻട്രലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ വണ്ടിക്ക് നമ്മളൊരു പ്രാവശ്യം ഷൊർണൂരിൽ നിന്ന് മധുര ജംഗ്ഷൻ വരെ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ ചിലപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി വണ്ടിയിൽ കയറി പോകും ഡൽഹിക്ക്. ചിലപ്പോൾ ഞാൻ മനസ്സിൽ ചെറിയൊരു പ്ലാനുണ്ട്. ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 6-ലും മഡ്ഗാവ് ബാൻഡ്ര എക്സ്പ്രസിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്. ഇതിന് അങ്ങേയറ്റത്തൊരു ലോക്കോ ഉണ്ടായിരുന്നു. ഈ റേക്ക് നാളെ ഇവിടുന്ന് മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസ് എടുക്കും. ഇനി മെയിൻ്റനൻസ് കഴിഞ്ഞ് ഷണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് തോന്നുന്നു നാളത്തെ ഡിപ്പാർച്ചറിന് വേണ്ടി. ലെഫ്റ്റ് കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം 5-ലാണ്. നമ്മൾ നിർത്തിക്കുന്ന പ്ലാറ്റ്ഫോം 4-ലാണ്. നമ്മൾ ആദ്യമാണ് പ്ലാറ്റ്ഫോം 4 വരുന്നത്. ഇവിടെ കടകളോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അടിപൊളിയാണ്. ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിനാണ്. വൈകി വരുന്ന വണ്ടിയാണ്. യാത്രക്കാർ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിക്കണം. അപ്പോൾ എന്തായാലും കൂടുതൽ അഡ്വഞ്ചർ നമ്മളെ പിടിച്ചിട്ടില്ല. നമുക്ക് സ്റ്റാർട്ടറായിട്ടുണ്ട്. ഡബിൾ ആംബർ വിത്ത് റൈറ്റ് മിക്കി. ഡബിൾ ആംബറിൽ റൂട്ട് ഇൻഡിക്കേറ്റർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പുറപ്പെടുകയായി. നമ്മുടെ ലഗേജ് ഇറക്കുന്നുണ്ട് ഫ്രണ്ടിലെ കമ്പാർട്ട്മെൻറ്റിൽ. അതിൻ്റെ ഡിലേ ആണ്. അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ഇറക്കിയ ലഗേജൊക്കെ സൈഡിലൂടെ മാറ്റിയിടാനും ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യാനും പറ്റില്ല. ഇതിനാണ് കൂനിമ കുരു എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി മഡ്ഗാവ് നമ്മൾ എടുത്തു. സമയം 5:48. 5:48 എന്ന് പറയുമ്പോൾ 3 മണിക്കൂറും 18 മിനിറ്റും ലേറ്റ്. എല്ലാം കൺട്രോളിങ് വൈഭവത്തിൻ്റെയാണ്. മര്യാദയ്ക്ക് വണ്ടി ഓടിപ്പോയേനെ. അത് ചെയ്യുന്നതിന് വരെ യുവന്മാർ ഇങ്ങനത്തെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാനാണ്.
നമുക്ക് അപ്പുറത്ത് വന്ദേ ഭാരത് ഉണ്ട്, അവനൊന്ന് കണ്ടേക്കാം. ഇതാണ് നമ്മുടെ മാംഗ്ലൂർ വന്ദേ ഭാരത്. ഈ ഫുട് ഓവർ ബ്രിഡ്ജ് ക്ലോസ് ചെയ്തു. ഈ കാണുന്ന ഫുട് ഓവർ ബ്രിഡ്ജസ് പെർമനൻ്റ്ലി ക്ലോസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലായിരുന്നു എസ്കലേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് 6:10 പുറപ്പെടേണ്ട മഡ്ഗാവ് ജംഗ്ഷൻ മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇനിയിപ്പോൾ ഇവൻ നമ്മൾ ഓവർടേക്കൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും വണ്ടിക്കകത്ത് നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് ദിവസത്തിന് അന്ന് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് റൈഡ് നമ്മൾ ചെയ്തത്. നമ്മൾ മാംഗ്ലൂർ ടു മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ് റൈഡ് ചെയ്തത് അന്നായിരുന്നു. അതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട്. ഇനി വന്ദേ ഭാരതിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടി ഏറെക്കുറെ ഫുള്ളെന്ന് തന്നെ പറയാം നമുക്ക്. ഇനിയിപ്പോൾ ഇവൻ നമ്മൾ ഓവർടേക്ക് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയാം. ഓവർടേക്ക് ചെയ്യില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതായിരുന്നു മഡ്ഗാവ് ജംഗ്ഷൻ. ഇവിടെ കൊങ്കൺ റെയിൽവേയുടെ ഒരു സ്പെയർ മെമ്മോ കിടക്കുന്നുണ്ട്. ഇതുവരെ 3ാമത്തെ റേക്കാട്ടോ. കാര്യം ഞാൻ 2 റേക്ക് വരണേ കിടക്കുന്ന കണ്ടു. ഇത് 3ാമത്തെ റേക്കാണ്. ഒരു റേക്ക് മാംഗ്ലൂർ പോയിട്ടുണ്ടാവുന്നു. മാംഗ്ലൂർ മഡ്ഗാവ് എക്സ്പ്രസ് ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത് മൊത്തം 4 റേക്കുണ്ട് ഇവരുടെ കയ്യിൽ. ഇതിന് മുകളിൽ മഡ്ഗാവ് കാർവാറിൻ്റെ മഡ്ഗാവ് കാർവാറുണ്ട്, മഡ്ഗാവ് മംഗളൂർ രണ്ടിൻ്റെയും ബോർഡുണ്ട്. അപ്പം നമ്മളങ്ങനെ പതുക്കെ മെയിനിലുണ്ട്. ഇത് പൂട്ടിയിട്ടുണ്ട് അവർ. ആരും ഓടിച്ചുകൊണ്ട് പോകൊണ്ടിരിക്കാൻ വേണ്ടിയില്ല. മഡ്ഗാവ് സാവന്ത്വാടി ദിവാ എന്ന് ബോർഡുള്ള കുറച്ച് കോച്ചസ് കിടക്കുന്നുണ്ട്. ഒരു CRൻ്റെ AC 3 tier കിടക്കുന്നുണ്ട്. ഇവിടെ കവച്ച് ഫിറ്റഡ് 32805 വാഗൺ 9 കിടക്കുന്നുണ്ട്. അവിടെ യാർഡിലും കൊങ്കൺ കനിയുടെ റേക്ക് ഇപ്പോൾ ഷണ്ടി ഉണ്ടാവും. അതായത് ഏകദേശം 7 മണിക്ക് വേണ്ടി ഇവിടുന്ന് പോകേണ്ടതാണ്. മിക്കവാറും ഷണ്ടിയിൽ പ്ലാറ്റ്ഫോം 1ലേക്ക് കൊണ്ടുവരും. ഇവിടെ KRൻ്റെ സ്വന്തം കുറച്ച് കോച്ചസ് കിടപ്പുണ്ട്. ഇത് ഇവരുടെ സെൻട്രൽ വർക്ക്ഷോപ്പ് കേട്ടോ. ഇവിടെ ഇവർക്ക് മേജർ മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഷോപ്പ് ഷെഡ്യൂളൊക്കെ അവരിവിടെ ചെയ്യുന്നുണ്ട്. ഇതാണ് കോച്ചിങ് സെൻറ്റർ. ഇവിടെ കോച്ച് വാഷിംഗ് പ്ലാന്റ് ഉണ്ട്. ആ ബാക്കിലുള്ള ഷെഡാണ് IOH ഷെഡ്. കോച്ച് കെയർ സെൻറ്റർ മഡ്ഗാവ്. ഇവിടെയാണ് റണ്ണിങ് മെയിൻ്റനൻസ് നടത്തുന്നത്. അപ്പുറത്തുള്ള വർക്ക്ഷോപ്പിലാണ് മേജർ മെയിൻ്റനൻസ് നടത്തുന്നത്. ഇവിടെ കല്യാൺ ഷെഡിന് 37572 വാപ് 7 ഒരു ഇൻസ്പെക്ഷൻ കാറിന് ഷണ്ട് ചെയ്തു. ഇതിന് തൊട്ടിപ്പുറത്തായിട്ട് കിടക്കുന്ന ഇത് കൊങ്കൺ കന്യ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇന്ന് വൈകുന്നേരം പോകേണ്ട റേക്കാണ്. ഇന്ന് രാവിലെ വന്ന മെയിൻ്റനൻസ് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം പോകും. അതിനപ്പുറത്തായിട്ട് മഡ്ഗാവ് രാജധാനി എക്സ്പ്രസിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്. സെക്കൻഡറി മെയിൻ്റനൻസ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ. കൊങ്കൺ കന്യ എക്സ്പ്രസ്സിൽ ഒരിക്കൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ട പ്രിഫറബിളി മൺസൂൺ ഷെഡ്യൂൾ ചെയ്യാം. നമുക്ക് ബോംബെയിൽ നിന്ന് മഡ്ഗാവിലേക്ക് വരാം. കൊങ്കൺ റെയിൽവേയുടെ കൂടുതൽ സ്പെയർ കോച്ചസ് കിടപ്പുണ്ട്. ചിലതിൽ ബോർഡുണ്ട്, ചിലതിൽ ബോർഡില്ല. മറ്റേ മഡ്ഗാവ് ബാൻഡ്രയുടെ റേക്ക് സാധനം ഇവിടെ കിടക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിനി 2-3 ക്രോസിങ്സ് ഉണ്ടാവും. സൂപ്പർ ഫാസ്റ്റ്, അതുപോലെ മത്സ്യഗന്ധ, പിന്നെ മാംഗ്ലൂർ മഡ്ഗാവ് മെമു എക്സ്പ്രസ്. 3 ക്രോസിങ്സ് നമുക്കുണ്ടാവും ഇനി. എല്ലാം ഇരുട്ടത്തായിരിക്കും. അപ്പോൾ ക്രോസിങ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് കവർ ചെയ്യാം. പിന്നെ നമ്മൾ വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്ത് പോകാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. പോസിബിലിറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ക്രോസിംഗ് രണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ഇത് അസ്നോട്ടി സ്റ്റേഷനാണ്. അസ്നോട്ടി സ്റ്റേഷൻ എന്ന് പറയുന്നത് കർണാടകയിലെ ആദ്യത്തെ സ്റ്റേഷനാണ്. കാർവാർ എത്തുന്നതിന് മുമ്പ്. ക്രോസിംഗ് ആണോ വന്ദേ ഭാരതിൻ്റെ ഓവർടേക്ക് ആണോ എന്നുള്ള അറിയില്ല, കണ്ടറിയണം. നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് നിന്നിട്ടേ ഉള്ളൂ. വന്ദേ ഭാരത് കൺകോണ എത്തിയിട്ടുണ്ട്. അതുപോലെ മാംഗ്ലൂർ മുംബൈ സൂപ്പർ ഫാസ്റ്റ് കാർവാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം നമുക്ക് കണ്ടറിയാം. ഇനി ഇപ്പുറത്ത് ടുവേർഡ്സ് മഡ്ഗാവ്, ഇതാണ് ഈ സൈഡ്. ടുവേർഡ്സ് മഡ്ഗാവും റെഡാണ്, ടുവേർഡ്സ് കാർവാറും റെഡാണ്. നമ്മളിവിടെ കുറേ നേരം പോസ്റ്റ് ആക്കിയിട്ടാണ് പോയത്. ഇത് മാംഗ്ലൂർ മുംബൈ സൂപ്പർ ഫാസ്റ്റ്. അപ്പം നമ്മളങ്ങനെ കാർവാർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിയിരിക്കുകയാണ്. നമ്മളിനിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് വന്ദേ ഭാരതിനെ കയറ്റി വിടുമെന്നുള്ള അറിയില്ല കേട്ടോ, അത് കണ്ടറിയണം. കാര്യം വന്ദേ ഭാരത് കറക്റ്റ് ഒരു ബ്ലോക്ക് പുറകിലുണ്ട്. സമയം 6:55. അങ്ങനെ അജ്മീർ എറണാകുളം മരുസാഗർ എക്സ്പ്രസ് കാർവാർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിയിരിക്കുകയാണ്. സമയം 6:56. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നുകൊണ്ട് നമ്മൾ വന്ദേ ഭാരത് ഇവിടെ ഇട്ട് ഓവർടേക്ക് ചെയ്യില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതിന് വന്ദേ ഭാരതിന് അവർ എന്തായാലും 1 എടുക്കുള്ളൂ. നമ്മൾ 3 പോയിരുന്നെങ്കിൽ ഇവിടെ വെച്ച് നമുക്കൊരു ഓവർടേക്ക് കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു ക്രോസിംഗ് ഉണ്ട്, മത്സ്യഗന്ധ എക്സ്പ്രസ്. മേ ബി മത്സ്യഗന്ധയുടെ ക്രോസിങ്ങിന് വേണ്ടി നമ്മൾ പിടിച്ചിരുന്ന സമയത്ത് ഓവർടേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും കാണാം നമുക്കിത് എങ്ങനെ പോകും. അങ്ങനെ കാർവാർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിന് എൻഡ് ടു എൻഡ് വീഡിയോസ് ചോദിച്ച് 1-2 കമൻറ്റ് നമ്മുടെ ചാനലുണ്ടായിരുന്നു. ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് ആക്ച്വലി അത് ഒരു സ്പെഷ്യൽ ഒക്കേഷന് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ഗോകർണ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:32. ഇവിടെ എത്ര നേരം കിടക്കും എന്നറിയില്ല. നമ്മൾ അല്പം മുമ്പ് മത്സ്യഗന്ധ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്തായിരുന്നു. വന്ദേ ഭാരത്തിന് നല്ല തേപ്പ് കിട്ടിയിട്ടുണ്ട്. വന്ദേ ഭാരത് അതിനൊപ്പത്തെ ഹാർവാഡേ കിടക്കുന്ന വേളൂ. ഹാർവാഡയിൽ അത് മത്സ്യഗന്ധയെ ക്രോസ് ചെയ്തിട്ടാൻ വരുള്ളൂ. ഇനിയിപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഓവർടേക്ക് എന്നുള്ള അറിയില്ല.
ഞാൻ എന്തായാലും സിഗ്നലിലോട്ട് നോക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ ഗോകർണയിലെ സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ ദൂരെയാണ്. ഒരു ചെറിയ സ്റ്റേഷൻ ബിൽഡിങ്ങും കഷ്ടിച്ച് 1-2 കോച്ചിൻ്റെ അത്രയും ഉള്ള ഷെൽട്ടറുള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ പ്ലാറ്റ്ഫോം റെനോവേഷൻ വർക്ക് നടക്കുകയാണ്. പ്ലാറ്റ്ഫോം ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരിവിടെ. അപ്പോൾ അഡ്വാൻസ്ഡ് പച്ചയായി, നമുക്കുള്ളതാണ്, നമ്മുടെ സ്റ്റാർട്ടറുമായി. നമുക്കെന്നാൽ പതുക്കെ പുറപ്പെടാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഭട്കലിലാണ്. ഭട്കലിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമോ എന്നറിയില്ല, നമുക്ക് കണ്ടാൽ. 1 hour സ്റ്റേഷനാണ്, 1 hour. ഇവിടെ നമ്മളെ കാത്ത മാംഗ്ലൂർ മഡഗാവ് മെമോ കിടക്കുന്നുണ്ട്. RCF ബിൽറ്റ് മെമോ ആണ്. നമ്മൾ മറ്റേ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്താൽ പിന്നെ നല്ല കൺട്രോളിംഗ് ആണ്. അതായത് നമ്മൾ ആ അസ്നോട്ടിൽ ക്രോസിങ്ങിന് പിടിച്ചിട്ടല്ലാണ്ട് എവിടെ പിടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ മുരുടേശ്വർ സ്റ്റേഷൻ വന്ന് നിന്നിരിക്കുകയാണ്. നമുക്ക് സ്റ്റോപ്പില്ല ഇവിടെ, പക്ഷെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ടർ റെഡാണ്. ഇനിയിപ്പോൾ വന്ദേ ഭാരതിന് കയറ്റി വിടാനാണോ എന്നറിയില്ല. നമ്മുടെ തൊട്ട് ഫ്രണ്ടായിട്ട് പഞ്ചഗംഗ എക്സ്പ്രസ് പോയിട്ടുണ്ട്. അവനിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റേഷനെ ഭട്കൽ വിടുന്നേ ഉള്ളൂ. അതുകൊണ്ട് സ്ലോട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തിയതാണോ എന്നും അറിയില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ 4ാമത്തെ ഓവർടേക്കിനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു. സ്റ്റാർട്ടർ അഡ്വാൻസ്ഡ് ഒക്കെ പച്ചയായിട്ടുണ്ട്. ഇവിടെ എന്തോ വലിയ തീയുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ നമ്മൾ മുരുടേശ്വരിൽ നിന്ന് പുറപ്പെട്ടു. അതിലൂടെ 8:11 എത്തിയതായിരുന്നു. ഇപ്പോൾ 8:36. നമ്മുടെ 25 മിനിറ്റ് അതിലൂടെ കളഞ്ഞു. ഈ സമയം കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഓടി ഭട്കലെത്തിയാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പിലെത്തിയാണ്. അവിടെ കൊണ്ടുപോയി ഇട്ടാൽ മതിയായിരുന്നു. അങ്ങനെ മുരുടേശ്വർ വിട്ടു. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഹോൾട്ടിൽ നിർത്തിയിരിക്കുക. സിഗ്നലായി തോന്നുന്നുണ്ട്. അങ്ങനെ ഭട്കൽ സ്റ്റേഷനിൽ പുറപ്പെടുകയായി. എല്ലാ സ്റ്റേഷനിലും വന്ന് ബോറടിച്ചുകൊണ്ട് ഞാൻ ഈ സ്റ്റേഷനിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് എടുത്തില്ല. ഇനി നമുക്കെന്തായാലും ബൈന്ദൂരിലേക്കുള്ള എൻട്രി എനിക്ക് എടുക്കണം. ഹോൾട്ട് സ്റ്റേഷനിൽ ഒരു വെറൈറ്റി ആയിരിക്കും. ലാസ്റ്റ് ടണൽ കഴിഞ്ഞ് ബൈന്ദൂരിലേക്കുള്ള എൻട്രി നമുക്ക് എടുക്കാം. ബൈന്ദൂരിൽ നിന്നൊക്കെ നാട്ടിലേക്ക് ഈ വണ്ടിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും. പാവങ്ങൾ 3-3.5 മണിക്കൂറായി. ഇങ്ങനെ ട്രെയിൻ 3 മണിക്കൂറിന് മേലെ ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് കിട്ടും. ഫുൾ റീഫണ്ട് കിട്ടാൻ മറ്റൊന്നുമല്ല ചെയ്യേണ്ടത്. നമ്മൾ ട്രെയിൻ പുറപ്പെടുന്നതിനുള്ളിൽ നമ്മൾ IRCTCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് TDR ഫയൽ ചെയ്യണം. ഇന്നത്തെ ദിവസം ആരും മര്യാദയ്ക്ക് പോകാൻ സമ്മതിക്കില്ല കേട്ടോ. നമ്മൾ വീണ്ടും ലൂപ്പിൽ കിടക്കുകയാണ്. ഇത് ഷിരൂർ സ്റ്റേഷനിലാണ്. എനിക്ക് തോന്നുന്നത് കേരള സമ്പർക്ക് ക്രാന്തിയും കൂടെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നു കണ്ടിട്ട്. നമ്മളേറ്റവും ഫ്രണ്ടിലായിരുന്നു, ബാക്കിലാണ് സ്റ്റേഷൻ ബിൽഡിങ്. സമയം 9:12. എനിക്കൊന്നൊരു 9:09 അല്ലെങ്കിൽ 9:08 നമ്മളിവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 5ാമത്തെ ഓവർടേക്കിനുള്ള കളം ഒരുങ്ങിയിട്ടുണ്ട്. കളം ഒരുങ്ങല്ല, വണ്ടി വരുന്നുമുണ്ട്. നമ്മൾ അടുത്ത സ്റ്റേഷനാണ് ബൈന്ദൂർ. ബൈന്ദൂർ സ്റ്റേഷൻ ഒരു സ്റ്റേഷൻ മുമ്പ് നമ്മൾ പിടിച്ചിട്ടിരിക്കുകയാണ്, ഷിരൂരിൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ബൈന്ദൂർ ഹോൾട്ടുണ്ട്, കുന്താപുരമുണ്ട്, ഉടുപ്പിയുണ്ട്, മംഗളൂരു ജംഗ്ഷനുണ്ട്. ഈ വരുന്ന വണ്ടിക്ക് ഉടുപ്പി മാത്രമേ ഹോൾട്ടുള്ളൂ. അത് നമ്മൾ കയറ്റി വിടുകയാണ്. ചിലപ്പോൾ നമ്മൾ ഇവനെ വീണ്ടും ഓട്ടിടിക്കും കേട്ടോ. ചിലപ്പോൾ മംഗളൂരു ജംഗ്ഷൻ വെച്ച് നമ്മൾ ഓട്ടിടിക്കും, സാധ്യത കുറവാണ്.
ഇത് രാവിലെ 5 മണിക്ക് ഷൊർണൂർ എത്തുള്ളൂ. സമ്പർക്രാന്തി, കേരള സമ്പർക്രാന്തിയാണ് വരുന്നത്. അപ്പോൾ കേരള സമ്പർക്രാന്തി അങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. ഇവൻ ഇനി 14 കിലോമീറ്റർ അപ്പുറമുള്ള ബിജൂർ പാസ് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 14 കിലോമീറ്റർ അവൻ ഇപ്പോൾ പോയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 7 മിനിറ്റ് എടുക്കും. 7 മിനിറ്റ് കൊണ്ടാവും 14 കിലോമീറ്റർ കവർ ചെയ്യത്തുള്ളൂ. അതിനിടയ്ക്ക് എൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ തേഞ്ഞു. അപ്പോൾ അവനിനി ബിജൂർ സ്റ്റേഷനിൽ എത്തിയാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. നമ്മളിവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞൊരു 7 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് 9 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ബൈന്ദൂറിൽ ഹോൾട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുന്താപുര ഹോൾട്ടുണ്ട്. അപ്പോൾ ഈ സമ്പർക്രാന്തി എന്ന് പറയുന്ന വണ്ടി രാവിലെ 5 മണിക്കാണ് ഷൊർണൂർ എത്തുന്നത്. അപ്പോൾ ഈ ഒരു കണക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഏകദേശം ആ ഒരു സമയത്ത് ഷൊർണൂർ എത്താൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളങ്ങനെ മൂകാംബിക റോഡ് ബൈന്ദൂർ സ്റ്റേഷനിലേക്ക് എത്തി. ഈ വണ്ടിയെക്കകത്ത് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, പാവങ്ങൾ. ഇവിടെ 5:10 എത്തേണ്ടിയിരുന്ന വണ്ടിയായിരുന്നു. ഇപ്പോൾ സമയം 9:35. അതായത് നമ്മൾ ജസ്റ്റ് 4 മണിക്കൂറും 25 മിനിറ്റും ലേറ്റ്, അത്രേ ഉള്ളൂ. ഒരുപാട് ലേറ്റൊന്നുമില്ല, ജസ്റ്റ് 4 മണിക്കൂറും 25 മിനിറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുകയാണ്, ട്രെയിൻ 3 മണിക്കൂറിന് മേലെ ലേറ്റാണ്, നിങ്ങൾ യാത്ര ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് കിട്ടും. ഫുൾ കാശും റീഫണ്ട് കിട്ടും. അതായത് നമ്മുടെ IRCTCക്ക് കൊടുക്കുന്ന ആ 10 രൂപ അല്ലെങ്കിൽ 30 രൂപ ഒഴികെ ബാക്കി മുഴുവൻ കാശ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, IRCTCയുടെ വെബ്സൈറ്റിൽ കയറുക, TDR ഫയൽ ചെയ്യുക. അതായത് ട്രെയിൻ ആക്ച്വലി പുറപ്പെടുന്നതിന് മുമ്പ് TDR ഫയൽ ചെയ്തിരിക്കണം. ഇപ്പോൾ ഇന്നിപ്പോൾ സമയം 9:34. അപ്പോൾ നിങ്ങൾ 9:34 മുമ്പ് ഈ ടിക്കറ്റിന് TDR ഫയൽ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കാശ്, മുഴുവൻ കാശും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇപ്പോൾ സമയം 9:35. നമ്മൾ ബൈന്ദൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 4 മണിക്കൂറും 25 മിനിറ്റും ലേറ്റാണ് നമ്മൾ. അപ്പോൾ ഇതാണ് ബൈന്ദൂർ സ്റ്റേഷൻ. സമയം 9:36 പുറപ്പെട്ടു. ഇപ്പോൾ 37:36 നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ 1 മിനിറ്റാണ് കിടന്നത്. ഈ ട്രെയിനിൽ റിസർവേഷനിലെ യാത്രക്കാർ കയറുന്നത് അവർ 4.5 മണിക്കൂർ കാത്തിരുന്നതാണ് പാവങ്ങൾ. അതായത് ട്രെയിൻ ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് യാത്രക്കാർക്ക്, വണ്ടിയിലുള്ള യാത്രക്കാർക്കും കയറാൻ പോകുന്ന യാത്രക്കാർക്കൊക്കെ തന്നെ റെയിൽവേ കോമ്പൻസേഷൻ കൊടുക്കണം. സത്യം പറയാം, ഇത് റെയിൽവേയുടെ കുറ്റം കൊണ്ട് വണ്ടി ലേറ്റ് ആയതാണ്, നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ട് ലേറ്റ് ആയതല്ല. അപ്പോൾ അവിടെ അത്താഴം വന്നിട്ട് പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ അത്താഴം വന്നു. ഇന്നലെ ഉണ്ടായിരുന്ന അതേ മെനു എന്ന് തോന്നുന്നു കണ്ടിട്ട്. അതോ ഉച്ചക്കലത്തെ മെനു അല്ല, എന്തായാലും രാത്രിയിലത്തെ അതേ മെനു എന്ന് തോന്നുന്നു കണ്ടിട്ട്. പനീർ മട്ടറുണ്ട്, ദാലുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ കറിയുണ്ട്, ചോറുണ്ട്, സേമിയ പായസമുണ്ട്, പിന്നെ പതിവ് പോലെ 3 ചപ്പാത്തി ഉണ്ട്. വീണ്ടും ക്രോസിങ്ങിനോട് നിർത്തിയിരിക്കുകയാണ്. ബിജൂർ സ്റ്റേഷനിലാണ്. വണ്ടി വരുന്നുണ്ട് ഓൾറെഡി. ഈ ഒരു വണ്ടി വൈറസ്മേ ട്രെയിനിൽ കാണിക്കുന്നില്ല. കൊങ്കൺ റെയിൽവേയുടെ സ്വന്തം ട്രാക്കിംഗ് സൈറ്റ് കാണിക്കുന്നത് ഇതാണെന്നാണ്, മറ്റേ നമ്മുടെ ഭാരത് ഗൗരവ് ട്രെയിനാണെന്നാണ്. എന്തോ ഒരു 3 ഫേസ് ലോക്കുവാ. G9 3114 ഇലക്ട്രിക് കോച്ചാണ്. ഭാരത് ഗൗരവ് ട്രെയിനാണിത്. മധുരക്കടുത്ത തിരുപ്പുറംകുன்றത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. എങ്ങോട്ട് പോകുന്നതെന്നുള്ളത് ഞാൻ നോക്കി ടൈറ്റിലിട്ടേക്കാം. അങ്ങനെ വരുന്നവനും പോകുന്നവനൊക്കെ അമ്പലമണി പോലെ നമ്മുടെ ട്രെയിനിനെ തട്ടിയിട്ട് പോവാം. അടിപൊളി.
നമ്മളങ്ങനെ കുന്താപുര സ്റ്റേഷനിലെത്തി. നമ്മൾ പുറപ്പെടുകയായി. സിഗ്നൽ അടിച്ചു കഴിഞ്ഞു. നമ്മൾ കുന്താപുരയിൽ നിന്ന് എടുക്കുന്നു. സമയം ഇപ്പോൾ 10:11. ഇനി കൊങ്കൺ റെയിൽവേയിൽ ഒരു സ്റ്റോപ്പ് കൂടെ ഉണ്ട്, ഉടുപ്പി. നമ്മൾ മിക്കവാറും അടുത്ത സ്റ്റോപ്പ് ബാർക്കോഡിൽ പിടിച്ചിടാൻ സാധ്യതയുണ്ട്. ക്രോസിങ് വേറെ പോക്ക് കണ്ടിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ത്രൂ പോയിപ്പോൾ ബാർക്കൂർ സ്റ്റേഷനാണ്. ഇവിടെ നമ്മുടെ 37722 ആണ് നമ്പർ. കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ് ചണ്ഡീഗഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഉടുപ്പിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊങ്കൺ റെയിൽവേയിലത്തെ നമ്മുടെ അവസാനത്തെ ഹോൾട്ട്. സമയം 10:40. ഫുൾ ലെങ്ത് പ്ലാറ്റ്ഫോം വിത്ത് ലൈറ്റിങ്, അടിപൊളി. ഇതെനിക്ക് തോന്നുന്നു മഡ്ഗാവ് കഴിഞ്ഞിട്ട് ഉടുപ്പിയിൽ മാത്രമുള്ള പ്രതിഭാസമാണ്. മഡ്ഗാവിൽ ഇത്ര നന്നായി ചെയ്തിട്ടില്ല. ഇവിടെ അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 10:41 നമ്മൾ നിർത്തുമ്പോൾ അങ്ങനെ ഉടുപ്പിയിലെത്തി. ഇനി നമുക്ക് അടുത്ത ഹോൾട്ട് മാംഗ്ലൂർ ജംഗ്ഷനാണ്. മാംഗ്ലൂർ ജംഗ്ഷനിൽ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് 1 മണിക്കൂറിന് സമയം മതി. 1 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റും. 1 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ നമ്മൾ ഏകദേശം 11:45 കൂടി നമ്മൾ മാംഗ്ലൂർ ജംഗ്ഷനിലെത്തും. നമ്മൾ സ്റ്റാർട്ടറായി എടുത്തു. 10:43. ഇനി അടുത്ത സ്റ്റോപ്പ് മാംഗ്ലൂർ ജംഗ്ഷനാണ്. കുറച്ചെങ്കിലും സമയം ഓടിപ്പിടിക്കുമെന്ന് വിചാരിക്കുന്നു. ബഫറൊക്കെ ഉണ്ട്, പക്ഷേ ബഫറിൻ്റെയൊക്കെ കാലം കഴിഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഏകദേശം എന്താ പറയുക, കണ്ണൂരൊക്കെ എത്തേണ്ട സമയമായി. മോശം കൺട്രോളിങ് കൊണ്ട് മാത്രം ഒരു ട്രെയിൻ ഇത്ര വൈകിക്കാം എന്നവർ തെളിയിച്ചു. ഉടുപ്പി സ്റ്റേഷനുണ്ട്. ഇങ്ങനെ അറ്റം വരെ ലൈറ്റ് വന്നു. നമ്മുടെ ഒരു പഴയ വീഡിയോ കണ്ടാൽ അറിയാം, അത് ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഉടുപ്പി സ്റ്റേഷനിൽ. അപ്പോൾ അത് പോയിട്ട് 22ാമത്തെ കോച്ച് ഒരു ലൈറ്റായി. ഇപ്പോൾ വീണ്ടും ഒരു ക്രോസിങ് പടുബിദ്രി സ്റ്റേഷനാണ്. ഇപ്രാവശ്യം ഭാഗ്യത്തിന് നമ്മളെ പിടിച്ചിട്ടില്ല. നമ്മൾ ഹോം സിഗ്നലൊന്നും നിന്നായിരുന്നു ഉള്ളൂ. ഏതോ ഒരു വാക്സാണ്, മംഗള എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. നമ്മൾ മുൽക്കിലൊരു ക്രോസിങ് നടക്കുകയാണ്. ഇത് മറ്റേ ഹിസാറിലൊക്കെയുള്ള AC സൂപ്പറാണ്. ലോക്കൽ നമ്പർ കാണാൻ ഒരു വഴിയില്ല.
നേത്രാവതി എക്സ്പ്രസ് ആണ്. സുരത്കൽ സ്റ്റേഷനിലെ ഹോൾട്ടാണ് ഇത്. നേത്രാവതി അല്ലിത്, ഇത് വേറെ ഏതോ ട്രെയിനാണ്. നേത്രാവതി എക്സ്പ്രസ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്ത സ്പെഷ്യൽ ട്രെയിനാണത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ റേക്കാണിത്. നേത്രാവതി എക്സ്പ്രസ് ആണ്, തൊക്കൂറിൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി മംഗളൂരു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 3.5 മണിക്കൂറിനടുത്ത് ഡിലേ ഉണ്ട് ഇപ്പോഴും. സമ്പർക്ക്രാന്തി പോയി. ഒരു പ്ലാറ്റ്ഫോം നമ്പർ 2 ഫ്ലൈറ്റ് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യിച്ചായിരുന്നു. സമ്പർക്ക്രാന്തി വിട്ടിട്ടാണ് നമ്മളെ കയറ്റിയത്. അപ്പം നമ്മളങ്ങനെ മംഗളൂരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊങ്കൺ റെയിൽവേയുടെ പുവർ കൺട്രോളിംഗ് കൊണ്ട് മാത്രം ഉണ്ടായ ഡിലേ. 3.5 മണിക്കൂറിന് മേലെ ഡിലേ ചെയ്ത് വണ്ടി നമ്മളിപ്പോൾ ഫൈനലി മംഗളൂരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. കൊങ്കൺ റെയിൽവേ കയറിയിട്ട് നമുക്ക് 1ഉം 2ഉം അല്ല 5 ഓവർടേക്കാണ് നമുക്ക് കിട്ടിയത്. ഇത്രയും മോശം കൺട്രോളിങ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതായത് ഈ വണ്ടീന് ടൈം മേക്കപ്പ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. ഇത് എറണാകുളത്തുമ്പോഴും ഡിലേഡ് ആയിരിക്കും. കൃത്യം 12:05. यात्रीगण कृपया ध्यान दें गाड़ी संख्या അപ്പോൾ അങ്ങനെ 12:05 നമ്മൾ മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനിലെത്തി. കൃത്യം 3.5 മണിക്കൂർ ലേറ്റ്. जाने वाली मरुसागर सुपरफास्ट एक्सप्रेस प्लेटफॉर्म क्रमांक 3 पर आ चुकी है. സമയം ഇപ്പോൾ 12:11 സ്റ്റാർട്ടറായിട്ടുണ്ട്. അപ്പോൾ ക്രൂ വിചാരിച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ വിടാം. ആ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷൻ ബിൽഡിങ്. ഇപ്പോഴത്തെ സൈഡിലൂടെ ഒരു പുതിയ ബിൽഡിംഗ് കൂടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഡോർമെറ്ററി കോംപ്ലക്സും അല്ല റിട്ടയറിംഗ് റൂം കോംപ്ലക്സും അതുപോലെ നല്ലൊരു AC വെയിറ്റിംഗ് റൂമൊക്കെ ആവശ്യമാണ്. ഇതൊന്നും ഇല്ല ഇവിടെ. ഒരു സാധാരണ വെയിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ ക്ലോസ്ഡ് ആണോ എന്ന് എനിക്കൊരു സംശയം. ഇവിടെ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല മംഗളൂരു ജംഗ്ഷനിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ് വരികയും ചെയ്യും പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമല്ലേ. ഇവിടെ ഒരു റിട്ടയറിംഗ് റൂം ആവശ്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ മംഗളൂരു ജംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം 12:19. 12:10 കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടർ ആയതാണ്. 12:10 കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടർ പച്ചയായിരുന്നു. മെയിൻലാൻഡ് ഡിപ്പാസറാണ്. സ്റ്റാർട്ടർ പച്ചയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും 9 മിനിറ്റ് നമ്മൾ കിടന്നു. അങ്ങനെ 12:19 നമ്മൾ മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ട്വിൻ WCAM3 ഹോൾഡ് ഒരു ഫ്രൈറ്റർ ഇവിടെ കിടക്കുന്നുണ്ട്. വാഗ് 7M അല്ല, WCAM3 തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ സപ്തഭാഷ സംഗമഭൂമിയായ കാസർഗോട്ടേക്ക് എത്തുകയാണ്. നമ്മുടെ സമ്പർക്ക്രാന്തി ഫ്രണ്ടിൽ തന്നെ പോയിട്ടുണ്ട്. സമ്പർക്ക്രാന്തി നമ്മൾ എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുമോ എന്നുള്ളതൊന്നും അറിയില്ല.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാസർഗോഡ് ഈ ബെഞ്ചുകൾ കാണിച്ചിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ചെയ്തിരിക്കുന്നത്. യാത്രക്കാർക്ക് കംഫർട്ടബിളായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. Ajmer Junction in Marusagar Express. ഇവിടുന്ന് ഒരുപാട് പേര് കയറാൻ സാധ്യതയുണ്ട്. കാര്യം കാസർഗോഡ് ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ സ്ഥിരമായിട്ട് പ്രിഫർ ചെയ്യുന്ന വണ്ടികളൊന്നാണ് മരുസാഗർ എക്സ്പ്രസ്, അതുപോലെ മംഗള എക്സ്പ്രസ് ഒക്കെ ആണ്. ഇവിടെ ബല സ്റ്റാമ്പിങ് നടക്കുന്നുണ്ടാവും. ഇതാണ് ബല സ്റ്റാമ്പിങ്. കാസർഗോഡ് എത്തി. ഈ കാണുന്നത് ബല സ്റ്റാമ്പിങ്. ഇങ്ങനെയാണ് ബലാസ് സ്റ്റാമ്പ് ചെയ്യുന്നത്. ബേസിക്കലി ആ ഗ്യാപ്പിനകത്തോട്ട് സ്ലീപ്പറുടെ ഇടയ്ക്കകത്ത് ഗ്യാപ്പിനകത്തോട്ട് കയറ്റിയാണ് വിറപ്പിച്ചു വിടുവർ. എവിടെ ആ ആമ വിറയ്ക്കുന്നത് കണ്ടോ? ആണ് ബല സ്റ്റാമ്പിങ്. അങ്ങനെ അടിയിലോട്ട് കയറ്റിയവർ വിറപ്പിക്കും. ഇവിടെ ഇപ്പോൾ നമുക്കിതൊരു സ്റ്റാർട്ടറായിട്ടില്ല. സാധാരണ കാസർഗോഡ് ഇത്രയും നേരം വണ്ടി കിടക്കാറില്ല. എന്താണ് ഒന്നും ഇതൊരു സ്റ്റാർട്ടർ കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മുടെ സ്റ്റാർട്ടറായി. മെയിൻ ലൈൻ ഡിപ്പാസർ അതുകൊണ്ട് തന്നെ പച്ചയാണ്. അത് ആ പുതിയ സൈഡിങ് ലൈനിലാണ് അവർ ഈ ടാമ്പിങ് ചെയ്യുന്നത്. ടാമ്പിങ് ചെയ്യണോ അതുപോലെ ടെസ്റ്റിങ് പോലെയാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് അവർ. ഞാൻ ലൈൻ കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വല്ല നടക്കുമായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. അതിനിടയ്ക്ക് സമ്പർക്രാന്തി ഓവർടേക്ക് ഒന്നുമില്ല. സമ്പർക്രാന്തിൻ്റെ വെസ്റ്റ് കോസ്റ്റ് ഉണ്ട് നമ്മുടെ പറഞ്ഞില്ല. രണ്ടിനും നമ്മൾ ശരിക്കും ഐഡിയൽ ഓവർടേക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ കയറ്റി വിടുമോ അതോ നമ്മൾ അങ്ങനെ അവന്മാരെ പുറകെ അങ്ങ് പോകുമെന്നും അറിയില്ല കേട്ടോ. എന്തായാലും പണി പാളി ഗൈസ്. നമുക്ക് നല്ല പണിയാണ് കിട്ടിയത്. കയ്യിലാണെങ്കിൽ നല്ലോണം ലഗേജും ഉണ്ട്. അപ്പോൾ അങ്ങനെ കാസർഗോഡ് നമ്മൾ പുറപ്പെട്ടു. നമ്മൾ ജസ്റ്റ് ചെറുവത്തൂർ സ്റ്റേഷനോട്ട് കയറുന്നു. ആ കാണുന്ന സിഗ്നൽ പച്ചയായിരുന്നു നമ്മൾ സ്റ്റേഷനോട്ട് കയറുമ്പോൾ. ഇപ്പോൾ സഡനായിട്ട് ഇത് റെഡായി. എന്താ സംഭവം എന്നറിയില്ല. ഇപ്പുറത്തുനിന്ന് ഇതേ പോയിൻറ്റ്സ്മാൻ നിന്ന് പച്ച കാണിക്കുന്നുണ്ട്. ഇവിടെ ചെറുവത്തൂർ പാസഞ്ചർ കിടക്കുന്നുണ്ട്. 22020 ചെറുവത്തൂർ മംഗളൂർ പാസഞ്ചർ. അതെന്താണോ റെഡ്? എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റാർട്ടർ. ഇത് ചിലപ്പോൾ ഇപ്പുറത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടറായിരിക്കും. അതിനാണ് സാധ്യത. കാരണം നമ്മൾ അത്യാവശ്യം സ്പീഡുണ്ട്. നമ്മൾ നിർത്തുകയാണെങ്കിൽ ഇത്രയും സ്പീഡിൽ കയറി വരില്ലല്ലോ. ഞാൻ നമ്മുടെ വണ്ടിയെ സമ്പർക്രാന്തിയെ ചെറുവത്തൂർ വെച്ച് ഓവർടേക്ക് പ്രതീക്ഷിച്ചു. അവിടെ വെച്ച് കാണുന്നില്ല. എന്നാൽ പിന്നെ പയ്യന്നൂർ കാണുമെന്ന് വിചാരിച്ചു. പയ്യന്നൂർ നടന്നില്ല. പയ്യന്നൂർ നമ്മൾ റൺ ത്രൂ ആണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ആക്ച്വലി ഗുഡ്സ് കിടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം 3ൽ ലൂപ്പ് ലൈൻ ഫ്രീ അല്ല. ഇവിടെ ഗുഡ്സ് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കണ്ണൂർ കഴിയുന്നൊരു ഓവർടേക്ക് നടക്കത്തില്ല. കാര്യം ഇനി കണ്ണൂർ കഴിയുന്നൊരു എവിടെയും ലൂപ്പ് ലൈൻ ഇല്ല. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ലൈനും ഒക്കെയാണ്. അപ്പോൾ ഇനി കണ്ണൂർ വരെ നമുക്ക് സ്വസ്ഥം കുറച്ച് നേരം ഒന്ന് മയങ്ങാം. നമ്മൾ കണ്ണൂർ
കണ്ണൂരെത്തി. മണി 2 കഴിഞ്ഞു. 2:04 മറ്റോ ആയി. വണ്ടി ഇപ്പോഴും 3.5 മണിക്കൂറിന് മേലെ ലേറ്റാണ്. എക്സാക്ട് ലേറ്റ് എത്ര നല്ല വണ്ടി നിർത്തിയില്ലാണ്ട് പറയാം. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. സമയം 2:09. അറ്റത്ത് കിടക്കുന്നത് കണ്ണൂർ കോയമ്പത്തൂർ പാസഞ്ചറിൻ്റെ റേക്കാണ്. അതായത് ഇന്നലെ വന്ന മാംഗ്ലൂർ കണ്ണൂർ പാസഞ്ചർ നാളെ രാവിലെ കണ്ണൂർ കോയമ്പത്തൂർ പാസഞ്ചറായിട്ട് ഇവിടുന്ന് പോകും. ഇത് കുറേ കാസർഗോഡ് ഇറങ്ങിയിരിക്കുന്നുണ്ട്. എന്നാണോ സംഭവം? ട്രിപ്പിൾ 219 ഈ റോഡിൻ്റെ. അപ്പോൾ അങ്ങനെ കണ്ണൂർ കഴിഞ്ഞു. ഞാനിനി ഉറങ്ങാൻ പോകാം കേട്ടോ. ഇനി ഓവർടേക്ക് ഉണ്ടെങ്കിൽ ഓവർടേക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ കേരള സമ്പർക്കാന്തി നമ്മൾ ഓവർടേക്ക് ഒന്നും ചെയ്തില്ല. നമ്മുടെ മുന്നിൽ തന്നെ പോയിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്, കേരള സമ്പർക്കാന്തി നമ്മുടെ മുന്നിലുണ്ട്. എനിക്ക് നമ്മളൊരു 4:45 ആകുമ്പോൾ ഷൊർണൂർ എത്തുമായിരിക്കും. കാരണം സമ്പർക്കാന്തി അത്യാവശ്യം ഹെഡ് ഓഫ് സ്കെഡ്യൂൾ ഷൊർണൂർ കയറി ചെല്ലാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം ഒരു 4:45 ഷൊർണൂർ എത്തുമായിരിക്കും നമ്മളും. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഇനി ഞാൻ പോയിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം മണി 3:45 ആവാറായി. ഇനി ഞാൻ പോയിട്ടൊരു 1/4 മണിക്കൂർ ഉറങ്ങാമെന്ന് വിചാരിക്കാം. സമയം ഇപ്പോൾ 3:41. നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഞാൻ കോഴിക്കോട് ഡിപ്പാർച്ചർ കാണിക്കാൻ സാധ്യതയില്ല കേട്ടോ. ഇപ്പം തന്നെ പോവാൻ കിടക്കാൻ ഭയങ്കര ക്ഷീണം. നമ്മൾ രാത്രി ഇതുവരെ ഇത്ര നേരം ഉറങ്ങാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. മൂന്ന് 43 നമ്മുടെ വണ്ടി കോഴിക്കോട് എത്തി കേട്ടോ. 3:43. എത്ര മണിക്കൂർ ലേറ്റാന്ന് നോക്കുന്നത്? 3-3.5 മണിക്കൂർ എന്തായാലും ലേറ്റ് ഉണ്ട് ഇപ്പോഴും. പിന്നെ അപ്പോൾ ബാക്കി വെച്ച ശേഷം നമ്മൾ ഷൊർണൂർ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്കാണ് കയറുന്നത്. തൊട്ടപ്പുറത്ത് 6 സമ്പർക്കക്രാന്തി കിടക്കുന്നുണ്ട്. വെസ്റ്റ് കോസ്റ്റ് പോയി കഴിഞ്ഞു. അതാണ് സമ്പർക്കക്രാന്തി എക്സ്പ്രസ്. നമ്മുടെ ഇന്നലെ എവിടെയായിരുന്നു? ബിജൂരിലല്ല ഓവർടേക്ക് ചെയ്തത്. ബിജൂരിലല്ല, ഷിരൂരിലിട്ട് ഓവർടേക്ക് ചെയ്ത കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്. നമ്മളതിന് തൊട്ട് പുറകെ ഓടിയെത്തി. സമയം ഇപ്പോൾ 5:08 എന്ന് പറയുമ്പോൾ നമ്മൾ റഫ്ലി 3 മണിക്കൂർ 40 മിനിറ്റിനടുത്ത് ലേറ്റാണ്. ഒരു 50 മിനിറ്റിനടുത്ത് ലേറ്റാണ്. എക്സാക്റ്റ് ഡിലേ എത്ര എന്നുള്ളത് ഞാൻ താഴെ ക്യാപ്ഷനിലിട്ടേക്കാം. അപ്പം കണക്ക് കൂട്ടാനുള്ളൊരു മൈൻഡ് സെറ്റിലല്ല ഞാൻ.
അപ്പോൾ അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7 വന്ന് നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ഫുൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാകുന്നിരിക്കുന്നു, 2 പാർട്ടും നമ്മുടെ രാജസ്ഥാൻ സീരീസിലെ മൊത്തം എല്ലാം കണ്ടിട്ടുണ്ടാകുന്നിരിക്കുന്നു. എനിക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാകുന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ്, കമൻസൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ പറയുമ്പോൾ ഇനി ഒരു അടിപൊളി ഇതുപോലത്തെ ട്രാവൽ സീരീസ് വേണം വീണ്ടും കാണാം. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another video. Until then, bye.